വെൽക്കം ടു ലെക്സ് ലെക്ചേഴ്സ്. നമ്മൾ ഇന്ന് നോക്കുന്ന പ്രിവെന്റീവ് ആക്ഷൻ ഓഫ് ദ പോലീസ് ആണ്. സെക്ഷൻ 168 ടു 172 വരെയാണ് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ പ്രിവെന്റീവ് ആക്ഷൻ എന്ന് സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തി ഒരു ക്രൈം കമ്മിറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ വ്യക്തി ആ ക്രൈം കമ്മിറ്റ് ചെയ്യാതെ ഇരിക്കാൻ വേണ്ടി പോലീസ് ഓഫീസറിന് ഒരു ആക്ഷൻ എടുക്കാൻ പറ്റും. ആ ആക്ഷനെയാണ് നമ്മൾ പ്രിവെന്റീവ് ആക്ഷൻ എന്ന് പറയുന്നത്. അതാണ് നമ്മൾ 168 ടു 172 ഡീൽ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഈ പ്രിവെന്റീവ് ആക്ഷൻ ഓഫ് ദ പോലീസിനെ 3 കാറ്റഗറി ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും. പ്രിവെൻഷൻ ഓഫ് കോഗ്നൈസബിൾ ഒഫൻസ്, പ്രിവെൻഷൻ ഓഫ് ഇൻജുറി ടു പബ്ലിക് പ്രോപ്പർട്ടി, ഡ്യൂട്ടി ടു ഫോളോ പോലീസ് ഡയറക്ഷൻ. ഫസ്റ്റ് കാറ്റഗറി പ്രിവെൻഷൻ ഓഫ് കോഗ്നൈസബിൾ ഒഫൻസ്. ഇപ്പോൾ ഒരു പോലീസ് ഓഫീസറിന് ഒരു വ്യക്തി ഒരു കോഗ്നൈസബിൾ ഒഫൻസ് കമ്മിറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി ഒരു ആക്ഷൻ എടുക്കാൻ വേണ്ടി സാധിക്കും. ഒരു പ്രിവെന്റീവ് ആക്ഷൻ എടുക്കാൻ വേണ്ടി സാധിക്കും. കോഗ്നൈസബിൾ ഒഫൻസ് എന്ന് പറഞ്ഞാൽ സീരിയസ് ആയിട്ടുള്ള ഒഫൻസുകൾ. ഇപ്പോൾ ഒരു പോലീസ് ഓഫീസറിന് ഒരു വ്യക്തി ഒരു കോഗ്നൈസബിൾ ഒഫൻസ് കമ്മിറ്റ് ചെയ്യാതെ ഇരിക്കാൻ വേണ്ടി ഒരു ആക്ഷൻ എടുക്കാൻ വേണ്ടി സാധിക്കും. ഇപ്പോൾ ഈ പോലീസ് ഓഫീസറിന് ഒരു കോഗ്നൈസബിൾ ഒഫൻസ് കമ്മിറ്റ് ചെയ്യാനുള്ള പ്ലാനിനെ പറ്റി ഒരു ഇൻഫോർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ആ പോലീസ് ഓഫീസർ നിർബന്ധമായിട്ടും സുപ്പീരിയർ ഓഫീസറിനെ, അതുപോലെ തന്നെ ആ ഒഫൻസിൽ റെസ്പോൺസിബിൾ ആയിട്ട് ആക്ഷൻ എടുക്കാൻ സാധിക്കുന്ന ഓഫീസറിനെ ഈ ഇൻഫോർമേഷനെ പറ്റി ഇൻഫോം ചെയ്തിരിക്കണം. ഓക്കെ. അതുപോലെ തന്നെ എന്താന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു വ്യക്തി ഒരു കോഗ്നൈസബിൾ ഒഫൻസ് കമ്മിറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇദ്ദേഹത്തിനെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ അറസ്റ്റ് മാത്രമേ വഴിയുള്ളൂ. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തില് മജിസ്ട്രേറ്റിന്റെ ഓർഡറോ വാറന്റോ ഇല്ലാതെ പോലീസ് ഓഫീസറിന് ആ വ്യക്തിയെ അറസ്റ്റ് ചെയ്തുകൊണ്ട് ആ കോഗ്നൈസബിൾ ഒഫൻസിന്റെ കമ്മീഷൻ തടയാം. ഓക്കെ. പിന്നെ അടുത്ത കാറ്റഗറിയാണ് പ്രിവെൻഷൻ ഓഫ് ഇൻജുറി ടു പബ്ലിക് പ്രോപ്പർട്ടി. ഇപ്പൊ നമ്മുടെ പോലീസ് ഓഫീസറിന്റെ മുൻപിൽ വെച്ചിട്ട് ഒരു വ്യക്തി ഒരു മൂവബിൾ അല്ലെങ്കിൽ ഇമ്മൂവബിൾ പബ്ലിക് പ്രോപ്പർട്ടി, പബ്ലിക് ലാൻഡ് മാർക്ക്, ബൗണ്ടറി മാർക്ക്, സർവേ മാർക്ക്, ഇങ്ങനെയുള്ള പബ്ലിക് പ്രോപ്പർട്ടികൾക്ക് എന്തെങ്കിലും ഒരു ഡാമേജ് ചെയ്യാൻ വേണ്ടി അറ്റംപ്റ്റ് ചെയ്യുകയാണെങ്കിൽ, ഇങ്ങനെ ഒരു പബ്ലിക് പ്രോപ്പർട്ടി നശിപ്പിക്കാൻ വേണ്ടി അറ്റംപ്റ്റ് നടത്തുകയാണെങ്കിൽ ആ അറ്റംപ്റ്റ് തടയാൻ വേണ്ടി പോലീസ് ഓഫീസറിന് തന്റെ അതോറിറ്റി യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇത്രയേ ഉള്ളൂ. ഇപ്പൊ ഏതെങ്കിലും ഒരു വ്യക്തി പബ്ലിക് പ്രോപ്പർട്ടിക്ക് ഒരു ഡാമേജ് കോസ് ചെയ്യാൻ വേണ്ടി സാധ്യതയുണ്ട്. അത് നടന്നത്, ആ അറ്റംപ്റ്റ് നടന്നത് പോലീസ് ഓഫീസറിന്റെ പ്രസൻസിലാണ്. അങ്ങനെയാണെങ്കിൽ പോലീസ് ഓഫീസറിന് തന്റെ അതോറിറ്റി ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു ഡാമേജ് തടയാം. ഓക്കെ. ഇനി അടുത്ത ഡ്യൂട്ടി ടു ഫോളോ പോലീസ് ഡയറക്ഷൻ, സെക്ഷൻ 172 ഓഫ് സംഹിത. ഇപ്പൊ നമ്മുടെ പോലീസ് ഓഫീസറിന്റെ ഒരു പ്രിവെന്റീവ് ആക്ഷന്റെ ഭാഗമായിട്ട് ഒരു ഇൻസ്ട്രക്ഷൻ ആണെങ്കിൽ ഒരു വ്യക്തിക്ക് കൊടുക്കുകയാണ്. അപ്പൊ ആ വ്യക്തി അത് ലീഗലി ഫോളോ ചെയ്തേ പറ്റുള്ളൂ. ഇപ്പം ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ലോഫുൾ ഇൻസ്ട്രക്ഷൻ പ്രിവെന്റീവ് ആക്ഷന്റെ ഭാഗമായിട്ട് കൊടുത്തിട്ട് അദ്ദേഹം അത് റെസിസ്റ്റ് ചെയ്യോ, റെഫ്യൂസ് ചെയ്യോ, അല്ലെങ്കിൽ നിഗ്ലക്റ്റ് ചെയ്യോ, അല്ലെങ്കിൽ എന്താണ് ആ ഡയറക്ഷൻ ഡിസൊബേയോ ചെയ്തു കഴിഞ്ഞാൽ പോലീസ് ഓഫീസറിന് ആ വ്യക്തിയെ ആ സീനിൽ നിന്നും റിമൂവ് ചെയ്യാം, അല്ലെങ്കിൽ തടങ്കിൽ വെക്കാം. അല്ലെങ്കിൽ എന്താണ് എന്നിട്ട് എന്താണ് ഇങ്ങനെ നമ്മുടെ റിമൂവ് ചെയ്യോ തടങ്കിൽ വെക്കാനോ പറ്റും. അതുപോലെ തന്നെ എന്താണ് മജിസ്ട്രേറ്റിന്റെ മുൻപാകെ പ്രസന്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇപ്പൊ മൈനർ കേസസ് ഒക്കെ ആണെങ്കിൽ ഇങ്ങനെ ഡീറ്റെയിൻ ചെയ്തിട്ട് 24 മണിക്കൂറിനുള്ളിൽ അദ്ദേഹത്തിനെ റിലീസ് ചെയ്യണം. ഫർദർ ആക്ഷൻ ഒന്നും വേണ്ടെങ്കിൽ മൈനർ കേസസിൽ 24 മണിക്കൂർ ഡീറ്റെയിൻ ചെയ്തിട്ട് അദ്ദേഹത്തിനെ റിമൂവ് ചെയ്യണം. നമ്മുടെ ഈ തേർഡ് കാറ്റഗറി പറയുന്നത് ഡ്യൂട്ടി ടു ഫോളോ പോലീസ് ഡയറക്ഷൻ. ഇപ്പൊ പ്രിവെന്റീവ് ആക്ഷന്റെ ഭാഗമായിട്ട് എന്തെങ്കിലും ഒരു ഇൻസ്ട്രക്ഷൻ ഒരു വ്യക്തിക്ക് നൽകുകയാണെങ്കിൽ അത് ഡിസൊബേ ചെയ്തു കഴിഞ്ഞാൽ പോലീസ് ഓഫീസറിന് അദ്ദേഹത്തിനെ ഡീറ്റെയിൻ ചെയ്യാനോ റിമൂവ് ചെയ്യാനോ സാധിക്കും. ഇപ്പൊ മൈനർ ആയിട്ടുള്ള ഒഫൻസുകൾ ആണെങ്കിൽ ആ വ്യക്തിയെ ഡീറ്റെയിൻ ചെയ്തിട്ട് 24 മണിക്കൂറിനുള്ളിൽ റിലീസ് ചെയ്യണം. അപ്പൊ അത്രയേ ഉള്ളൂ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക്കാണ്. യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. ഉറപ്പായിട്ടും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.